എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ബയോളജി പാർട്ട് ജന്തുജാലങ്ങൾ എന്ന ചാപ്റ്ററാണ്. നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ജന്തുവിശേഷങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞു. നമുക്ക് നോക്കാം ജന്തുജാലങ്ങൾ. എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്? നമുക്ക് ചുറ്റും ഒരുപാട് ജന്തുജാലങ്ങളുണ്ട്. ഇതാ ഈ ചിത്രത്തിൽ ഒരു കുട്ടിയുടെ സംശയം കണ്ടില്ലേ? ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത്? അതായത് ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. മാമ്പഴത്തിന് മുകളിൽ ചില പ്രാണികൾ വന്നിരിക്കുകയും അതിൻ്റെ മുട്ട മാമ്പഴത്തിനുള്ളിലേക്ക് നീങ്ങിയാണ് മാമ്പഴത്തിനുള്ളിലേക്ക് പുഴു ഉണ്ടാകുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് ചിത്രശലഭം, ഈച്ച, വണ്ട്, തേനീച്ച തുടങ്ങിയ പ്രാണികളുടെ മുട്ട വിരിഞ്ഞ് പുഴുവായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ചിത്രത്തിൽ ആൻഡ് ലയൺ ലേസ്വിങ് എന്നൊരു ജീവി അത് മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞ് ലാർവയായിട്ട് മാറുന്നു. ഈ ലാർവ അറിയപ്പെടുന്നത് കുഴിയാന. ആൻഡ് ലയൺ ലേസ്വിങ്ങിൻ്റെ ലാർവയെ അറിയപ്പെടുന്നത് എന്താണ്? കുഴിയാന. കുഴിയാന നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ കുഴിയാന പിന്നീട് പ്യൂപ്പയായിട്ട് മാറുന്നു. പ്യൂപ്പ വീണ്ടും ആൻഡ് ലയൺ ലേസ്വിങ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആൻഡ് ലയൺ ലേസ്വിങ് എന്ന ജീവിയുടെ മുട്ട വിരിഞ്ഞ് ലാർവയാകുന്നു. ലാർവ പ്യൂപ്പയാകുന്നു. പ്യൂപ്പ വീണ്ടും ആൻഡ് ലയൺ ലേസ്വിങ് ആയിട്ട് മാറുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന ലാർവയായ കുഴിയാന അതിൻ്റെ മാതൃജീവിയോട് എന്തെങ്കിലും സാദൃശ്യം കാണിക്കുന്നതാണോ? അല്ല. ഈ കുഴിയാനയ്ക്ക് പിന്നെ എന്ത് മാറ്റമാണുള്ളത്? നമുക്ക് നോക്കാം. കുഴിയാന ആൻഡ് ലയൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. അപ്പോൾ കുഴിയാന ഏത് ജീവിയുടെ ലാർവയാണ്? ആൻഡ് ലയൺ ലേസ്വിങ്. പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായിട്ട് മാറുന്നു. പ്യൂപ്പയ്ക്ക് പിന്നെ മാറ്റങ്ങൾ സംഭവിച്ചാണ് ഈ പ്രാണി ഉണ്ടാകുന്നത്. അതായത് നമുക്കിവിടെ കാണാൻ കഴിയും ലാർവൽ സ്റ്റേജായ കുഴിയാനയ്ക്ക് ആൻഡ് ലയൺ ലേസ്വിങ് എന്ന ജീവിയുമായിട്ട് യാതൊരു സാദൃശ്യവും കാണാൻ കഴിയില്ല. എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. മുട്ടുവിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രൂപാന്തരണം? ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് യാതൊരു സാദൃശ്യവും ഉണ്ടാകില്ല. എന്നാൽ ഇവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നു. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് നമ്മൾ പറയുന്നത്. ഈ പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? ചിത്രത്തിൽ നോക്കാം. പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റ മുട്ടയിടുന്നു. ആ മുട്ട വിരിഞ്ഞ് നിംഫ് ഉണ്ടാകുന്നു. നിംഫ് എന്നാണ് ആ മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്നവയെ വിളിക്കുന്നത്. ആ നിംഫാണ് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് പാറ്റയായിട്ട് മാറുന്നത്. ഇതിനിടെ ഇവ പലതവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നു. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ചെടികൾക്കിടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയ്ക്കാമെന്നാണ്. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന ചില രാസവസ്തുക്കൾ കീടങ്ങളെ അകറ്റി നിർത്താറുണ്ട്. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾ ഏതൊക്കെയാണ്? തണ്ടുതുരപ്പൻ പുഴു, കായ് തുരപ്പൻ പുഴു, ഇലതീനിപ്പുഴു, പഴയീച്ച, മുഞ്ഞ, ഇലപ്പേൻ, വെള്ളീച്ച, കായീച്ച, ചെള്ള് തുടങ്ങിയ കീടങ്ങളൊക്കെ കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ചില സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട. ഈ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ചില രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുവാണ് യൂജനോൾ. കുരുമുളകിൽ അടങ്ങിയിട്ടുള്ളത് ക്യാപ്സൈസിൻ. ഏലം ആൽഫ ടെർപ്പിനോൾ. കറുവാപ്പട്ട സിനമാൾഡിഹൈഡ്. ഇങ്ങനെയുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് കീടങ്ങളെ അകറ്റി നിർത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങൾ അതിൽ ഇട്ട് വയ്ക്കുന്നത്. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. കീടങ്ങളുടെ ദോഷവശങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ? പുഴുക്കൾ പറയുന്നത് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികൾ
ജീവികളുണ്ട്, ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ, ആഹാര ശൃംഖലയിൽ പുഴുക്കളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. അപ്പോൾ ചില പൂക്കളിലൊക്കെ പരാഗണം നടത്തുന്നതിന് എന്താവശ്യമാണ്? പുഴുക്കൾ ആവശ്യമാണ്. ഇനി ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. ഇതൊക്കെയാണ് പുഴുക്കൾ ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ. അടുത്തൊരു ബോക്സിൽ തന്നിരിക്കുന്നത് ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ, ജീവകങ്ങൾ, വൈറ്റമിൻസ് തുടങ്ങിയ പോഷകഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചിലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുഴുക്കളെ ഭക്ഷണമാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. വർണ്ണച്ചിറകുള്ള പ്രാണികൾ. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു പ്രാണി വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. ചില ചിത്രശലഭങ്ങളെ നമുക്ക് പരിചയപ്പെടാം. മഞ്ഞപ്പാപ്പാത്തി, പിന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി, ഗരുഡശലഭം, വരയൻ കടുവ, കരിയില ശലഭം, വിലാസിനി. ഈ ശലഭങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാം. ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെയുള്ള ശലഭങ്ങളാണ് നാരകശലഭം. അതായത് നാരകത്തിൽ മാത്രമാണ് ഈ ശലഭങ്ങൾ മുട്ടയിടുന്നത്. അരളി ശലഭം, വെള്ളിലത്തോഴി, എരുക്ക് തപ്പി, ഈ ശലഭങ്ങളൊക്കെ ഈ പ്രത്യേക സസ്യങ്ങളിൽ മാത്രം മുട്ടയിടുന്നത് കൊണ്ടാണ് അവയ്ക്ക് ഈ പേര് വന്നത്. ഇനി എന്താണ് ശലഭോദ്യാനം? ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും ആവശ്യമാണ്. ഈ രണ്ട് തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. അപ്പോൾ വർണ്ണച്ചിറകുള്ള ശലഭങ്ങളെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് നിശാശലഭങ്ങൾ അല്ലെങ്കിൽ മോത്ത്. അതായത് രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. അപ്പോൾ നിശാശലഭങ്ങൾ എപ്പോഴാണ് കാണപ്പെടുന്നത്? രാത്രി കാലങ്ങളിലാണ് കാണപ്പെടുന്നത്. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ്. അടുത്ത് പറയുന്നത് വെങ്കണനീലി അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ മോത്ത്. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കണനീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകളെല്ലാം നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണ മരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഇനി നമ്മൾ ചെറുജീവികളുടെ ലോകത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. തേൾ, ഉറുമ്പ്, കടന്നൽ, തുമ്പി, പഴുതാര, ചിലന്തി, പേനാണോ ചെള്ളാണോ അങ്ങനെ കുറച്ച് ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട്. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറുജീവിയാണ് ഉറുമ്പ്. എല്ലാ ഉറുമ്പുകളും ഒരേ തരത്തിൽപ്പെട്ടതാണോ? എത്ര തരം ഉറുമ്പുകൾ നിങ്ങൾക്കറിയാം? ചോണനുറുമ്പ്, നീറ്, മരയുറുമ്പില്ലേ, മരയുറുമ്പ്, കട്ടുറുമ്പ്, തേനുറുമ്പ്, കടിയുറുമ്പ്, അങ്ങനെ പല പേരുകളിൽ ഉറുമ്പുകൾ നമുക്ക് കാണാൻ കഴിയും. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗ ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടത്തിൽ തന്നെ വ്യത്യസ്ത വിഭാഗം ജോലി ചെയ്യുന്ന ഉറുമ്പുകളെ നമുക്ക് കാണാൻ സാധിക്കും. ചിറകുള്ള ഉറുമ്പുകൾ. പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമുക്ക് ചുറ്റുമുള്ള ഉറുമ്പുകളെ നമ്മൾ നിരീക്ഷിച്ചാൽ അവയുടെ നിറം, വലുപ്പം, വാസസ്ഥലം, ആഹാര സമ്പാദന രീതി, സഞ്ചാരം ഇവയൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇനി മത്സ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അതായത് കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ മുട്ടയിടുന്നത് കൊണ്ട് തന്നെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യങ്ങളുടെ പ്രജനനകാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ടയിടുന്നു. അത്തരം മത്സ്യങ്ങൾക്ക് ഉദാഹരണമാണ് സ്രാവ്. എന്താണ് ഊത്തക്കയറ്റം? ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ,
തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അടുത്ത് നമ്മൾ ഉഭയജീവികൾ അല്ലെങ്കിൽ ആംബിബിയൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. എന്താണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ആംബിബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് തവള. തവളയുടെ ജീവിതചക്രം ഇവിടെ നൽകിയിട്ടുണ്ട്. തവള മുട്ടയിടുന്നു, മുട്ട വിരിഞ്ഞ് വാൽമാക്രിയാവുന്നു, വാൽമാക്രി പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയ തവളയായിട്ട് മാറുന്നു. തവളയുടെ പ്രത്യേകതകൾ തവള പറയുന്നതായിട്ട് തന്നിട്ടുണ്ട്. ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. തവളയുടെ ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞു, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. ഞങ്ങൾ നട്ടെല്ലുള്ളവയാണ്. ഇതൊക്കെയാണ് തവളയുടെ പ്രത്യേകതകൾ. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. അപ്പോൾ എന്താണ് സിസിലിയനുകൾ? കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. ഇവയുടെ കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അടുത്തതായിട്ട് ഉരഗങ്ങൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസിനെ പറ്റിയാണ് പറയുന്നത്. ചില ഉരഗങ്ങളുടെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. പാമ്പ്, പല്ലി, അരണ, ആമ, മുതല അങ്ങനെ തുടങ്ങിയ ഉരഗങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ജീവിയുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്? മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു. പിന്നെന്താണ്? ചർമ്മം, ഇവയുടെ ചർമ്മം കട്ടിയുള്ളതാണ്. നട്ടെല്ലുള്ളവയാണ്. ശ്വസിക്കുന്നത് ശ്വാസകോശം ഉപയോഗിച്ചാണ്. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഉരഗങ്ങളുടെ പ്രത്യേകതകൾ. ഉരഗ വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. ഏതെല്ലാം പാമ്പുകൾ നമുക്കറിയാം? അണലി, രാജവെമ്പാല, മൂർഖൻ, ഇങ്ങനെ പാമ്പുകളെ നമുക്ക് അറിയാം. അതുപോലെ എല്ലാ പാമ്പുകൾക്കും വിഷമുള്ളവയാണോ? വിഷമില്ലാത്ത ചില പാമ്പുകളും ഉണ്ട്. ഏതൊക്കെയാണ്? ചേര, നീർക്കോലി, പച്ചിലപ്പാമ്പ്, ഇവയ്ക്കൊന്നും അധികം വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ സാധാരണയായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. മൂർഖൻ വികസിപ്പിക്കാവുന്ന പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും കാണപ്പെടുന്നു. കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങൾ കാണപ്പെടുന്നു. ഈ പ്രത്യേകതയുള്ളത് ഏത് പാമ്പിനാണ്? മൂർഖൻ പാമ്പിനാണ്. രാജവെമ്പാലയാണെങ്കിലോ പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഈ ഷേപ്പിലുള്ള അടയാളം കാണപ്പെടുന്നു. 5 മീറ്റർ വരെ നീളം. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ കാണുന്നു. വാലിന് നല്ല കറുപ്പ് നിറമായിരിക്കും. അടുത്തതായിട്ട് ശംഖുവര. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ കാണപ്പെടുന്നു. കറുത്തിരുണ്ട നിറമാണ് ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ. അടുത്ത അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ. ത്രികോണാകൃതിയിലുള്ള വലിയ തലയായിരിക്കും അണലിക്കുള്ളത്. ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ കാണപ്പെടുന്നു. ഇനി കടൽപ്പാമ്പ് അല്ലെങ്കിൽ വലകടിയൻ. വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ് കാണപ്പെടുന്നത്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ കാണപ്പെടുന്നു. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. പാമ്പ് കടിയേറ്റാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇതൊക്കെയാണ് പാമ്പ് കടിയേറ്റാൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവയുടെ തൂവലുകളുടെ പ്രത്യേകത, കൂട്, കാലിൻ്റെ പ്രത്യേകത, കൊക്കിൻ്റെ പ്രത്യേകത, ആഹാരം ശേഖരിക്കുന്ന രീതി, വലുപ്പം, പക്ഷിയുടെ നിറം, ഇവയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അടുത്തതായിട്ട് എന്താണ് സസ്തനികൾ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുണ്ട് ചിത്രത്തിൽ. മുയൽ, പൂച്ച, നായ, പശു, എരുമ, അങ്ങനെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. എന്തൊക്കെയാണ് ഇവരുടെ പ്രധാന സവിശേഷതകൾ? ചെവിക്കൂടയുണ്ട്, പാൽ ഉൽപാദന ഗ്രന്ഥികൾ കാണപ്പെടുന്നു, രോമമുണ്ട്. ഇതൊക്കെയാണ് പ്രധാന പ്രത്യേകത. തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ ഇവരും സസ്തനികളാണ് എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. വേണ്ടി, പാലിന് വേണ്ടി, കൃഷിക്ക് വേണ്ടി ഒക്കെ നമ്മൾ വളർത്തുമൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം തന്നെ എന്ത് പ്രത്യേകതയുണ്ട്? നട്ടെല്ലുണ്ട്. അന്യം നിൽക്കുന്ന ജീവികൾ. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ ശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളവയല്ല ഇവയൊന്നും. എന്നാൽ ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ആവാസ വ്യവസ്ഥയുടെ നാശം.
ആവാസ വ്യവസ്ഥയുടെ നാശത്തിൻ്റെ പ്രധാന കാരണം ആര് തന്നെയാണ്? മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കിയത്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി ഇവയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ജീവികളും അന്ധവിശ്വാസങ്ങളും. വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പം ഈ ജീവികളെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജീവികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ജീവികളുടെ വംശനാശത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. താങ്ക്